2000 വർഷങ്ങൾക്ക് മുമ്പ് മനുഷ്യമോചനത്തിനായി പടവൂരിയ ധീരനും അചഞ്ചലനുമായ ദൈവീയ മഹത്വങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു മനുഷ്യസ്നേഹിയോടൊപ്പം ഈ കാലഘട്ടത്തിലെ ഏതോ വനാന്തര ഗുഹയിലെ ഗറില്ല വിപ്ലവകാരിയെയും കണ്ടെത്താൻ ശ്രമിച്ചിരിക്കുന്നു. അവരുടെ സ്വപ്നങ്ങളും വിശ്വാസ പ്രമാണങ്ങളും ഒന്നായിരുന്നു. അടിച്ചമർത്തപ്പെട്ട മനുഷ്യന്റെ അവസാനത്തെ ഉയർത്തെഴുന്നേൽപ്പിന്റെ ചോരവരുന്ന സംഗീതം ഇവിടെ ഉയരുന്നുണ്ട്. ഫിലാഡൽഫിയ നവഭാവന നിങ്ങൾക്ക് വേണ്ടി അവതരിപ്പിക്കുന്നു ഹോൾ എന്ന പക്ഷി. അവനവനു വേണ്ടിയല്ലാതെ അവരന്നു ചുടു രക്തമുറ്റി കുലം വിട്ടുപോയവൻ രക്തസാക്ഷി. അവനവനു വേണ്ടിയല്ലാതെ അവരന്നു ചുടു രക്തമുറ്റി കുലം വിട്ടുപോയവൻ രക്തസാക്ഷി. മരണത്തിലൂടെ ജനിച്ചവൻ സ്മരണയിൽ ഒരു രക്തതാരകം രക്തസാക്ഷി. മരണത്തിലൂടെ ജനിച്ചവൻ സ്മരണയിൽ ഒരു രക്തതാരകം രക്തസാക്ഷി. മെഴുകുതിരി നാളമായി വെട്ടം പൊലിപ്പിച്ചു ഇരുവഴിയിൽ ഊർജമായി രക്തസാക്ഷി. മെഴുകുതിരി നാളമായി വെട്ടം പൊലിപ്പിച്ചു ഇരുൾവഴിയിൽ ഊർജമായി രക്തസാക്ഷി. പ്രണയവും പൂക്കളും ശബളമോഹങ്ങളും നിറമുള്ള കനവും ഉണ്ടായിരുന്നെങ്കിലും പ്രണയവും പൂക്കളും ശബളമോഹങ്ങളും നിറമുള്ള കനവും ഉണ്ടായിരുന്നെങ്കിലും വേരിനു വേണ്ടി നിതാന്തം ഒരാദർശ വേരിനു വെള്ളവും വളവുമായൂറിയോ. അവനവനു വേണ്ടിയല്ലാതെ അവരന്നു ചുടു രക്തമുറ്റി കുലം വിട്ടുപോയവൻ രക്തസാക്ഷി. അവർ വർഗശത്രുക്കളാണ്. അവർ അധ്വാനിക്കുന്നവരുടെ വിയർപ്പ് കൊണ്ട് ചുണ്ടുകൾ നനയ്ക്കുന്നു. അവന്റെ തേങ്ങലുകൾ കൊണ്ട് വയലേലകളിൽ സുവർണ പുഷ്പങ്ങൾ വിരിയിക്കുന്നു. അധ്വാനിക്കുന്നവനോ ഫലം അനുഭവിക്കുന്നില്ല, വിതയ്ക്കുന്നവനോ കൊയ്യുന്നില്ല, അന്വേഷിക്കുന്നവനോ കണ്ടെത്തുന്നില്ല. അസ്ഥികളിൽ ചോരപ്പൂക്കൾ വിടർത്തുന്ന അവർക്ക് വേണ്ടി നാം ശ്രദ്ധിക്കുന്നു. വർഗശത്രുക്കൾക്കെതിരായി പടപൊരുതുക. തീർന്നു. ഇത് നാളത്തെ നമ്മുടെ പത്രത്തിൽ കൊടുക്കണം. കൊടുക്കാം. പത്രങ്ങൾ കൃത്യമായി എല്ലാവരുടെയും പക്കൽ എത്തുന്നുണ്ടല്ലോ. ഉണ്ട്. അജിത. യെസ് കോമ്രേഡ്. കൃഷിക്കാരുടെ ഇടയിലെ നമ്മുടെ പ്രവർത്തനങ്ങൾ എങ്ങനെ? എല്ലാ ദിവസവും ഞങ്ങൾ ക്ലാസുകൾ നടത്തുന്നു. അവർ എഴുതാനും വായിക്കാനും പഠിച്ചോ? അവർ അന്ന് പറഞ്ഞ കാര്യങ്ങൾ വിശ്വസിക്കാൻ മടിക്കുന്നു. കാരണം ഇത് പുതിയ പ്രമാണങ്ങളാണ്. അതെ, ഇത് പുതിയ നിയമങ്ങളാണ്. അവരുടെ മനസ്സിൽ പഴയ വിശ്വാസങ്ങൾ കിടക്കുന്നു. അത് മാറ്റണം. മാറ്റാൻ ബുദ്ധിമുട്ടാണ്. എന്താണ് ബുദ്ധിമുട്ട്? അവരുടെ പുരോഹിതന്മാർ ബഹളം വയ്ക്കുന്നു. അവരെ തെറ്റിദ്ധരിപ്പിച്ചിരിക്കുന്നു. പുരോഗതിക്ക് എന്നും തടസ്സങ്ങളുണ്ടാവും. അവർ ഞങ്ങളെയും ഭീഷണിപ്പെടുത്തുന്നു. നാം ഒളിച്ചോടാൻ പോകുന്നില്ല. അവർ രാജാവിനെയും സൈന്യത്തെയും കൂട്ടുപിടിച്ചിരിക്കുന്നു. എന്റെ ജനനം മുതൽ രാജാവിന് ഞാനൊരു ഭീഷണിയാണ്. അങ്ങയുടെ ശിഷ്യന്മാർ 12 പേരെയും പിടിക്കുമെന്ന് സൈന്യാധിപനും പ്രധാന പുരോഹിതനും പറഞ്ഞിരിക്കുന്നു. അവർ അങ്ങയെയും വധിക്കുമെന്ന് ഭീഷണിപ്പെടുത്തിയിരിക്കുന്നു. ഭരണം എപ്പോഴും എന്റെ മുമ്പിലുണ്ട്. എന്നെ അയച്ചവന്റെ അഭീഷ്ടം നിറവേറ്റുന്നതുവരെ ഞാൻ പിന്മാറില്ല. ഇന്നലെ മഹാപുരോഹിതന്മാരുടെ ഒരു സഭ കൂടിയിരുന്നു. തീരുമാനം അറിഞ്ഞില്ല. തീരുമാനവും ഞാൻ അറിഞ്ഞു. എന്താണ് ചെയ്യേണ്ടതെന്ന് പിന്നീട് അറിയിക്കാം.
യെസ് കോമ്രേഡ്. ഇത് പുതിയ സുവിശേഷമാണ്. പഴയ നിയമങ്ങളുടെ സ്ഥാനത്ത് നാം പുതിയ നിയമങ്ങൾ ഉണ്ടാക്കുന്നു. പഴയ ദൈവങ്ങളുടെ സ്ഥാനത്ത് പുതിയ ദൈവങ്ങളെ പ്രതിഷ്ഠിക്കുന്നു. മനുഷ്യനെ സ്നേഹിക്കുന്ന, അവന് രക്ഷ വാഗ്ദാനം ചെയ്യുന്ന ദൈവത്തെ. ആ ശരി, നീ പോയിക്കൊള്ളൂ. യെസ് കോമ്രേഡ്. ബെനഡിക്റ്റ്, ഞാൻ വന്നു. ആ സന്ദേശം എത്തിച്ചില്ല. എന്തുകൊണ്ട് എത്തിക്കാൻ കഴിഞ്ഞില്ല? നീ അവിടെ പോയിരുന്നില്ലേ? ഇല്ല. കാരണം താവളത്തിലെത്താൻ കഴിഞ്ഞില്ല. താവളത്തിലേക്കുള്ള വഴി ഉറക്കത്തിൽ പോലും നിനക്ക് അറിയാമായിരുന്നതല്ലേ? അറിയാമായിരുന്നു. ആ മെസ്സേജ് ഇന്ന് തന്നെ എത്തിച്ചില്ലെങ്കിലുള്ള അപകടത്തെ പറ്റി നിനക്കറിയാമായിരുന്നതല്ലേ? അറിയാമായിരുന്നു. എന്നിട്ട് എന്തുകൊണ്ട് പോയില്ല? താവളത്തിലേക്കുള്ള വഴിയും പട്ടാളം കൈയടക്കിയിരിക്കുന്നു. നമ്മുടെ ആയുധങ്ങളും കൈവോപ്പുകളും അവർ കണ്ടെത്തിയിരിക്കുന്നു. നമ്മുടെ ആളുകൾ അവർ പട്ടാളക്കാരുടെ ബയണറ്റുകളിൽ കുടുങ്ങി മരിക്കുകയാണ്. അവസാനത്തെ രഹസ്യവും പറഞ്ഞു തീരുന്നതിന് വേണ്ടി മരണവേദന അനുഭവിക്കുകയാണ്. അപ്പോൾ നാം പിടിക്കപ്പെട്ടിരിക്കുന്നു. നാം ഒറ്റുകൊടുക്കപ്പെട്ടിരിക്കുന്നു. നമ്മുടെ അനുയായികളിൽ ആരാണ് ഒറ്റുകൊടുത്തത്? 12 പേരിൽ ആരുമാണ് ആകാതെയും ഇരിക്കുക. എന്റെ അനുയായികളെ എല്ലാവരെയും ഞാൻ വിശ്വസിച്ചവരാരോ ചതിച്ചു. വിപ്ലവത്തിന്റെ മാർഗത്തിൽ വഞ്ചന എന്ന വാക്കില്ല. പ്രതിലോമകാരികൾ എന്നും പ്രസ്ഥാനത്തിൽ നുഴഞ്ഞു കയറുന്നു. അവർ പ്രസ്ഥാനത്തെ കുരുതി കൊടുക്കുന്നു. നമ്മുടെ അനുയായികളിൽ ആരായിരുന്നു പ്രതിലോമകാരി? പറയൂ ബെനഡിക്റ്റ്. എനിക്കറിയില്ല. നീ അറിയണം. അവസാനത്തെ അത്താഴത്തിന് എല്ലാവരും ഉണ്ടായിരുന്നു. പ്രധാന പുരോഹിതന്റെ വീട്ടിൽ സഭ കൂടിയത് പാതിരാവിന് ശേഷമായിരുന്നു. പാതിരാത്രിയിലെ ഗൂഢാലോചനയിൽ ആരോ ഒരാൾ ഒറ്റുകൊടുത്തു. ആരാണത്? ഞാനല്ല. എന്നെ വിശ്വസിക്കൂ ബെനഡിക്റ്റ്. എന്നെ വിശ്വാസമില്ലേ? വിശ്വാസം ഒരു നേർത്ത ചരടാണ്. എപ്പോൾ വേണമെങ്കിലും അത് പൊട്ടാം. പ്രസ്ഥാനത്തിന്റെ ചുവന്ന പാതയിൽ ഒരിക്കലും ഞാൻ എന്റെ മനസ്സിനെ കളങ്കപ്പെടുത്തിയിട്ടില്ല. എന്നെ വിശ്വസിക്കൂ. എന്റെ ജീവൻ ഏത് നിമിഷവും ഞാൻ അങ്ങയുടെ കയ്യിൽ വെച്ചു തരാം. ശരി, ഞാൻ നിന്നെ വിശ്വസിക്കുന്നു. പട്ടാളത്തിന്റെ പടയണി ശബ്ദങ്ങളാണ്. അവർ നമ്മുടെ സങ്കേതം കണ്ടുപിടിച്ചു കഴിഞ്ഞു. നമുക്ക് എവിടെയെങ്കിലും വിളിക്കാം. വേണ്ട, നാം പിടിക്കപ്പെടും. വീരുദ്ധത്തേക്കാൾ അഭികാമ്യം മരണമാണ്. മരിച്ചു കഴിഞ്ഞാൽ പിന്നെ ജീവിതമില്ല. അപ്പോൾ നിനക്ക് ജീവിക്കണമല്ലേ? നാം മരിച്ചാൽ പ്രസ്ഥാനം തകരും. പ്രസ്ഥാനം തകരില്ല. അതിന്റെ അഗ്നി ജനങ്ങളുടെ മനസ്സിലുണ്ട്. ഞാൻ എന്ത് ചെയ്യണം? നീ എങ്ങനെയെങ്കിലും താവളത്തിൽ എത്തണം. അവിടെ എത്താനാവില്ല. അതിനു മുമ്പ് അവരെന്നെ കൊല്ലും. താവളത്തിലെ രഹസ്യ ഗുഹകളിൽ നമ്മുടെ സ്വകാര്യ രേഖകൾ പലതും ഇരിക്കുന്നു. രഹസ്യങ്ങൾ ഒളിച്ചു വെച്ചിരിക്കുന്ന ആ പേടകങ്ങൾ പട്ടാളം കണ്ടെത്തിയിട്ടുണ്ടാവില്ല. ഞാൻ എന്ത് ചെയ്യണമെന്ന് പറ. നമ്മുടെ ഇത്ര നാളത്തെ സ്വപ്നങ്ങൾ, അധ്വാനം ആ രേഖകളിലാണ്. എങ്ങനെയെങ്കിലും എടുത്തു മാറ്റൂ. എങ്ങനെയെങ്കിലും സാധിക്കൂ. അവരെന്നെ കൊല്ലും. അതിനു മുമ്പേ നീ പോകൂ.
ഞാൻ തിരിച്ചു വരികയുണ്ടാവില്ല. ഭീരുവാകാനാണോ ഞാൻ നിന്നെ പഠിപ്പിച്ചത്? മരണത്തെ ഏത് നിമിഷവും നാം കാത്തിരിക്കുന്നവരാണ്. അധ്വാനിക്കുന്ന കോടാനുകോടി മനുഷ്യരുടെ സ്വപ്നങ്ങളാണ് നാം വളമിട്ട് വളർത്തുന്നത്. അവരുടെ ജീവന്റെ മുമ്പിൽ നമ്മുടെ മരണം നിസ്സാരമാണ്. നീ പോകൂ. ഞാൻ പോകാം. എങ്ങനെയെങ്കിലും ആ രേഖകൾ ഞാൻ കൈക്കലാം. എന്നെ പരാജയപ്പെടുത്താൻ ആർക്കും കഴിയില്ല. ശരി, ധൈര്യമായി പോകുക. നിന്റെ കാലുകൾ പതറാതിരിക്കട്ടെ, നിന്റെ മനസ്സ് തളരാതിരിക്കട്ടെ. വിജയത്തിന്റെ പതാക നമ്മുടേതാകട്ടെ. ഗുരു സ്വസ്തി. അരുണൻ, നീയാണോ ഇത് ചെയ്തത്? നീ പ്രസ്ഥാനത്തെ ഒറ്റുകൊടുത്തു. നീ ചെയ്തത് എന്താണെന്ന് നിനക്കറിയാമോ? അനവധി രാപകലുകളിൽ നമ്മുടെ ചിന്തയും അധ്വാനവും എന്തിനു വേണ്ടി സമർപ്പിച്ചു പോകും? നമ്മുടെ സ്വപ്നങ്ങളും പ്രതീക്ഷകളും എന്തിന് അർപ്പിച്ചു പോകും? അതിന് ആ പ്രസ്ഥാനത്തെ നീ ഒറ്റുകൊടുത്തു. വയൽ വരമ്പുകളിൽ വീണു നനഞ്ഞ മനുഷ്യരുടെ തേങ്ങലുകൾ, മോചനം കാത്തു കിടന്ന മനുഷ്യരുടെ നിലവിളികൾ എല്ലാം നീ വിലയ്ക്ക് കൊടുത്തു. നീ എന്തിനത് ചെയ്തു? നിങ്ങൾ എന്നെ വഞ്ചിക്കുകയായിരുന്നു. ഞാനും. എന്റെ നിഘണ്ടുവിൽ ആ വാക്കില്ല. ഉണ്ട്. ഇല്ല. നിങ്ങൾ സ്വാർത്ഥനാണ്. ആയിരിക്കാം. അവസാന നിമിഷം വരെ ഞാൻ നിങ്ങളെ വിശ്വസിച്ചു. ഈ നിമിഷം വരെ നിന്നെയും ഞാൻ വിശ്വസിച്ചു. നിങ്ങൾ വാഗ്ദാനം പാലിച്ചില്ല. ഞാൻ അങ്ങനെ നിനക്കൊരു വാഗ്ദാനം തന്നിരുന്നില്ല. എന്റെ ജനതയുടെ മോചനം മാത്രമായിരുന്നു എന്റെ സ്വപ്നം. നിങ്ങൾ കള്ളം പറയുന്നു. നിന്റെ മനസ്സിലുള്ളത് തുറന്ന് പറയൂ. നിങ്ങൾ എന്നെ എന്റെ രാജ്യത്തിലെ രാജാവാക്കുമെന്ന് പറഞ്ഞിരുന്നു. നിന്നെ മാത്രമല്ല, വയലേലകളിൽ അധ്വാനിക്കുകയും വിയർപ്പ് പങ്കിടുകയും ചെയ്ത എല്ലാവരെയും രാജാവാക്കുക, ഭൂ ഉടമകളാക്കുക. അതായിരുന്നു നമ്മുടെ ലക്ഷ്യം. ഇല്ല, നിങ്ങൾ എന്നെ മാത്രം രാജാവാക്കാമെന്ന് പറഞ്ഞതുകൊണ്ടാണ് ഞാൻ നിങ്ങളുടെ പിന്നാലെ വന്നത്. ഇരുണ്ട വഴികളിലെ ക്രൂരമായ നിഴലുകളിലൂടെ വേദന ചവച്ചിറക്കി മരണത്തിന്റെ കറുത്ത ഉടയാട മുന്നിൽ കണ്ടുകൊണ്ട് നിങ്ങളെ അനുഗമിച്ചത്. നിന്റെ ധാരണകളെല്ലാം തെറ്റായിരുന്നു എന്ന് നിനക്കിപ്പോൾ മനസ്സിലാകും. ഇതിനു വേണ്ടിയാണോ ഞാൻ നിനക്ക് ശാസ്ത്രങ്ങൾ ഉരുവിട്ട് തന്നത്? നിങ്ങൾ ഒരിക്കൽ പോലും എന്റെ രാജ്യത്തെ ശ്രദ്ധിച്ചില്ല. നിങ്ങൾ വിശാലമായ ലോകത്തിനു വേണ്ടി വാദിക്കുകയായിരുന്നു. അവസാനം നീ നിന്റെ വഴി തിരഞ്ഞെടുത്തു. ഞാൻ ജയിച്ചു. നിന്നെ ആരോ വ്യാമോഹിപ്പിച്ചു. ഞാൻ എന്റെ രാജ്യത്തെ രാജാവാകും. നീ രാജാവാകാൻ പോകുന്നില്ല. ഞാൻ രാജാവാകും. നീ ആർക്കു വേണ്ടി ഈ വഞ്ചന ചെയ്തു പോകും? അവർ നിന്നെ പുറന്തള്ളുന്ന ദിവസം വരും. നിങ്ങളെക്കാൾ എത്രയോ നല്ലവരാണവർ. അത് നീ മനസ്സിലാക്കാനിരിക്കുന്നതേ ഉള്ളൂ. എന്നെ പറഞ്ഞു പ്രലോഭിപ്പിക്കാമെന്ന് നിങ്ങൾ കരുതുന്നു. ആ വിശ്വാസം എനിക്ക് എപ്പോഴേ നഷ്ടപ്പെട്ടു. എന്റെ ശിഷ്യന്മാരിൽ ഏറ്റവും പ്രിയപ്പെട്ടവർ നീയായിരുന്നു. നീ എന്റെ മനസ്സിന്റെ ദൗർബല്യമായിരുന്നു. നിന്റെ എത്രയോ തെറ്റുകൾ ഞാൻ ക്ഷമിച്ചിരിക്കുന്നു. എന്നിട്ടും എന്നെ നീ ഒറ്റുകൊടുത്തു. നിങ്ങൾ മഹാനായ വിപ്ലവകാരിയാണ്. ജനങ്ങൾക്ക് മോചനം വാഗ്ദാനം ചെയ്യുന്ന രക്ഷകനാണ്. ഇത്ര ദുർബലനാവരുത്. എന്നെ വഞ്ചിച്ചവരെ ഞാൻ വെറുതെ വിടാറില്ല. നിൽക്കവിടെ.
എനിക്ക് നിന്നെ വേണമെങ്കിൽ ഇപ്പോൾ കൊല്ലാം. പക്ഷേ ഞാനത് ചെയ്യുന്നില്ല. ഇത് നീ കയ്യിലെടുക്കും. എന്റെ നെഞ്ചിലേക്ക് നിറയൊഴിക്കൂ. എന്റെ പ്രിയപ്പെട്ട ശിഷ്യൻ തന്നെ അത് ചെയ്യട്ടെ. ഞാൻ കൊല്ലാം. നിങ്ങൾ വന്നത് അതിനാണെന്ന് അറിയാം. നിങ്ങളുടെ എല്ലാ സങ്കേതങ്ങളും ഞങ്ങൾ പിടിച്ചെടുത്തു കഴിഞ്ഞു. അത് മനസ്സിലായി. രക്ഷപ്പെടാൻ പഴുതുകളൊന്നുമില്ല. ഞാൻ മരണത്തെ മുഖത്തോട് മുഖം കണ്ടിട്ടുള്ളവനാണ്. ഞെട്ടലില്ലാതെ, ഭീതിയില്ലാതെ എനിക്കതിനെ നേരിടാനാകും. ഇവനെ അറിയില്ലേ? അറിയും. അവൻ ഇന്ന് ഞങ്ങളുടെ താവളത്തിലാണ്. അവനെ നിങ്ങൾ അടിമയാക്കി. അവൻ ഞങ്ങളുടെ വഴിയിലേക്ക് നടന്നെത്തിയവനാണ്. ആ വഴി തെറ്റിയെന്ന് അവൻ മനസ്സിലാക്കുന്ന നിമിഷം വരും. എന്റെ വഴി ശരിയാണ്. നിന്റെ വിശ്വാസം നിന്നെ രക്ഷിക്കട്ടെ. സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരാടിയവരാണെന്നോ? എന്നിട്ട് നീ വീണ്ടും അടിമത്തത്തിലേക്ക് തിരിച്ചു നടന്നിരിക്കുന്നു. അവനെ ഞങ്ങൾ അടിമയാക്കില്ല. അവൻ അടിമയാണ്. വിപ്ലവം എന്നതുകൊണ്ട് ഞങ്ങൾ അനുശാസിക്കുന്നത് ആയുധം കൊണ്ടുള്ള രക്തരൂക്ഷിത വിപ്ലവമല്ല, മറിച്ച് ഇന്ന് നിലവിലിരിക്കുന്ന അനീതികൾ നിറഞ്ഞ സാമൂഹ്യ വ്യവസ്ഥിതിയിൽ നിന്നുള്ള മോചനമാണ്. അവന് ഞങ്ങൾ എല്ലാ സുഖ സൗകര്യങ്ങളും നൽകും. മണിമന്ദിരങ്ങളും അപ്സര കന്യകമാരും അവനുള്ളതാണ്. അവനെ ഞങ്ങൾ രാജാവാക്കും. നിങ്ങൾ ചെയ്യാൻ പോകുന്നത് ഞാൻ പറയാം. ഇവിടെ നിറങ്ങുന്ന നിമിഷത്തിൽ നിങ്ങൾ അവനെ കൊല്ലും. അവന്റെ അസ്ഥികൂടം രാജധാനിയിലെ ഇരുട്ടുമുറിയിലേക്ക് വലിച്ചെറിയും. നിങ്ങൾ ആവശ്യമില്ലാതെ സംസാരിക്കുന്നു. സത്യം പലപ്പോഴും ഞെട്ടലുണ്ടാക്കുന്നു. അരുണൻ, ഭയപ്പെടേണ്ട. നിന്നെ നാട്ടുരാജാവാക്കാം. നാം തമ്മിൽ ഒരിക്കൽ കണ്ടുമുട്ടിയിട്ടുണ്ട്. അന്ന് നിങ്ങൾ സൈന്യാധിപനായിരുന്നില്ല, പട്ടാളത്തിലെ ഒരു പെറ്റി ഓഫീസർ. ആ കണ്ടുമുട്ടൽ നിങ്ങൾക്ക് ഗുണം ചെയ്തു. നിങ്ങൾ സൈന്യാധിപനായി. അന്ന് നീ എന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ടു. വർഷങ്ങളായി ഞാൻ നിന്നെ തിരയുകയായിരുന്നു. ഇന്ന് നിങ്ങൾക്കൊരു സുദിനമാണ്. അന്നും എനിക്ക് സുദിനമായിരുന്നു. നിന്നെ ആദ്യം പിടിച്ച ദിവസം. നിന്റെ സുദിനം ആഘോഷിച്ചത് ഞാൻ ഓർക്കുന്നു. എന്റെ 15 വയസ്സുള്ള കൊച്ചു സഹോദരിയെ നിങ്ങൾ കൂട്ടം കൂട്ടമായി ബലാത്സംഗം ചെയ്തു. അവളുടെ കരച്ചിൽ ഇപ്പോൾ ഞാൻ കേൾക്കുന്നു. ഒടുവിൽ മുറിഞ്ഞ ശരീരത്തിൽ രക്തം പടർന്ന് കരുവാടിച്ച തറയിൽ ബോധം കെട്ടിക്കിടന്ന അവളുടെ രഹസ്യ വേദനകളിൽ പൈലറ്റുകൾ കുത്തിയിറക്കി നിങ്ങൾ കൊന്നു. 10 വയസ്സ് പോലും തികയാത്ത എന്റെ അനുജനെ ചവിട്ടി ചോര ഛർദ്ദിപ്പിച്ച് നിങ്ങൾ കൊന്നു. എന്റെ മുമ്പിൽ വെച്ച് അവൻ പിടഞ്ഞു പിടഞ്ഞു മരിക്കുന്നത് ഞാൻ കണ്ടു. അവൻ എന്ത് തെറ്റായിരുന്നു ചെയ്തത്? നിങ്ങൾ അട്ടഹാസത്തോടെ ചിരിച്ചാർത്തി ആ സുദിനം. അന്ന് പാതിരാവിൽ ഞാൻ നിങ്ങളിൽ നിന്ന് ഓടി രക്ഷപ്പെട്ടു. ഇന്ന് നിന്നെ ഞങ്ങൾക്ക് വീണ്ടും കിട്ടി. നിന്നെ മാത്രമല്ല, നിന്റെ കൂട്ടാളികളെ മുഴുവൻ. അരുണൻ, കേൾക്ക്. പറയുന്നത് മുഴുവൻ കേൾക്ക്. അരുണൻ, പുറത്തൊരു സമ്മാനപ്പൊതിയുണ്ട്. ഇവിടെ എടുത്തുകൊണ്ട് വരൂ. എന്താണെന്ന് എനിക്കറിയാം. നിങ്ങൾ വീക്ഷിക്കുന്നതാവില്ല. അത് തുറന്നു
ഞാനിത് പ്രതീക്ഷിച്ചതാണ്. ബെനഡിക്റ്റിന്റെ തല തന്നെ. ഞങ്ങൾ നിങ്ങളെ ഓരോരുത്തരെയായി വേട്ടയാടുകയാണ്. പുറത്ത് മഹാപുരോഹിതന്മാരും പരിവാരങ്ങളും കാത്തു നിൽക്കുന്നു. എന്റെ ശിരസിന് വേണ്ടി അവർ കാത്തു നിൽക്കുന്നു. എന്താ ഭയമാകുന്നുണ്ടോ? ഇല്ല. അരുണൻ, ഇവന്റെ അവസാനം വരുത്തൂ. അരുണൻ, ഇവൻ നമ്മുടെ വർഗശത്രുവാണ്. ശരി, നിന്റെ കൈകൊണ്ട് തന്നെ എനിക്ക് മരിക്കണം. മടിക്കാതെ വെടിവെക്കൂ. വെടിവെക്കൂ. മടിക്കാതെ വെടിവെക്കൂ. നിർത്തൂ. എന്റെ മരണം കാണാൻ എന്റെ പരാജയം കാത്തിരിക്കുന്നവരെ, നിങ്ങൾക്ക് തെറ്റിയിരിക്കുന്നു. ഞാൻ മരിക്കില്ല. എന്റെ വചനങ്ങൾ മരിക്കില്ല. ഞാൻ ഉയർത്തെഴുന്നേൽക്കും. ഒരിടത്തവന്നു പേർ ചെഗ്വേര എന്നെങ്കിൽ ഒരിടത്തവന്നു ഭഗത് സിംഗ്